വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ പല രീതിയിൽ നമ്മൾ ഫിഷ് വറുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വറുത്ത് നോക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും വറുക്കുന്നത്. അത്രയ്ക്ക് രുചിയാണ് ഈ ഒരു ഫിഷ് ഫ്രൈക്ക്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ്. അപ്പം ഈ ഒരു വെറൈറ്റി രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ഫിഷ് ഫ്രൈയുടെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഫിഷ് എടുത്തിട്ടുണ്ട്. ഇത് കിങ് ഫിഷാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 പീസസാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഇത് തയ്യാറാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് അതും ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ 4 ആയതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ആദ്യം ഇത് മാത്രമായിട്ടൊന്ന് പൊടിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി ഇട്ടാൽ ഇത് നന്നായിട്ടൊന്ന് പൊടിയത്തില്ല. അപ്പോൾ അതെ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 3 എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കായവും കൂടി ഇടുന്നുണ്ട്. ഒരു നുള്ളു കായം ഇട്ടാൽ മതി കേട്ടോ. ഇതും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ നാരങ്ങനീരോ അല്ലെങ്കിൽ വെള്ളമോ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ചേരുവയിൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയും കൂടി ഇടുമ്പോൾ നല്ലൊരു പുറമേ നല്ലൊരു ക്രിസ്പി ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് ഞാൻ നാരങ്ങ നീരും കൂടി ഒഴിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടി നാരങ്ങ നീരും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വെള്ളം ഇട്ടാണ് കേട്ടോ അരച്ചത്. അപ്പോൾ അതുകൊണ്ട് ഒരു അരമുറി നാരങ്ങ ഇത് തന്നെ ധാരാളമാണ്. നല്ലൊരു പുളിയുണ്ട് ഈ നാരങ്ങക്ക്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് പുളി അനുസരിച്ച് ഒന്നോ അല്ലെങ്കിൽ ഒരെണ്ണം ഫുള്ളോ അല്ലെങ്കിൽ പകുതിയോ എടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ആ അരിപ്പൊടി നാരങ്ങാനീരും നമ്മളുടെ ഈ മസാലയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഓരോ ഫിഷും ഇതുപോലെ തന്നെ നന്നായിട്ട് പുരട്ടിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാം തന്നെ ഓരോന്ന് ഇങ്ങനെ പുരട്ടി എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു സമയമുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ടൊന്നിങ്ങനെ പുരട്ടി വെച്ചാൽ നന്നായിട്ട് ആ ഉപ്പും പുളിയും നന്നായിട്ട് പിടിക്കും. അഥവാ നിങ്ങൾക്ക് സമയമില്ല ഒരു പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഉപ്പും നാരങ്ങാനീരും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി വെച്ചിട്ട് പിന്നീട് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് ഒരു നേരമെങ്കിലും മുന്നേ ഉപ്പും നാരങ്ങാനീരും മഞ്ഞൾപ്പൊടിയും കൂടി പുരട്ടി വെക്കുമ്പം ആ ഒരു പുളി പെട്ടെന്ന് തന്നെ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ മാത്രം ചെയ്തിട്ട് പിന്നീട് അരപ്പ് തേച്ചാലും മതിയാവും. അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇത് നന്നായിട്ടൊന്നും മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഇതുപോലെ തന്നെ പുരട്ടി വെച്ചാൽ നന്നായിട്ട് മസാലയെല്ലാം ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് തന്നെ പിടിക്കും. അപ്പോൾ ബാക്കി അഥവാ ഈ ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. വീണ്ടും ഇതുപോലെ തന്നെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പം അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രീസറിൽ വെക്കുക, ഫ്രിഡ്ജിലല്ല. ഫ്രീസറിൽ വെച്ചാൽ വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇത് നന്നായിട്ടൊന്ന് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഏകദേശം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് പുരട്ടി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഈ അരപ്പൊക്കെ ഒന്ന് പിടിച്ചു വരും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഏകദേശം 1 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം അനുസരിച്ച് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനിത് ഒരു പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കിങ് ഫിഷാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. ഈ ഒരു അരപ്പ് ഇങ്ങനെ തയ്യാറാക്കിയാൽ മാത്രം മതി. ചെറിയ മീനോ വലിയ മീനോ ഏത് വേണമെങ്കിലും എടുക്കാം. ഈ ഒരു രീതിയിൽ അരപ്പ് തയ്യാറാക്കിയിട്ട് ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കൂ.
നല്ല അടിപൊളി ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ആ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി നമുക്കിത് തിരിച്ചും മറിച്ച് വിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, കാണുമ്പോൾ അറിയാം ആ ഒരു നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പുറമേ വരും. നല്ലൊരു ക്രിസ്പിയും അതുപോലെ നാരങ്ങ നീരൊക്കെ ഒഴിച്ചുകൊണ്ട് ആ ഒരു പുളിയൊക്കെ നന്നായിട്ട് ഈ മീനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. ഇത് വലിയ മീനായതുകൊണ്ട് നമുക്ക് ആ പുളി കുറച്ച് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ടൈം കുറച്ച് കൂടുതൽ വെക്കാൻ പറഞ്ഞത്. അപ്പോൾ അതേ തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. അവസാനം ഇടുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ഫ്രഷോട് കൂടി തന്നെ കറിവേപ്പില കിട്ടും. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ച് വിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് നന്നായിട്ട് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഫ്രൈ ആവശ്യമുണ്ടോ അത്രയും മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതേ തിരിച്ചും മറിച്ച് വിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ടത്. ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്യുന്നില്ല. ഇപ്പോൾ അതേ ഭാഗമായിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ അതേ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ എടുക്കാൻ നേരത്ത് നാരങ്ങാനീര് വേണമെങ്കിൽ സൈഡിൽ അതിൻ്റെ മീതെ ഒന്ന് ഒഴിച്ചിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോഴും ടേസ്റ്റ് ഇരട്ടിയാവും. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ചൂട് ചോറോ അല്ലെങ്കിൽ വെറുതെയും കഴിക്കാവുന്നതാണ് ഈ ഒരു ഫിഷ് ഫ്രൈ. ഈ ഒരു മസാലക്കൂട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു രീതി തന്നെയായിരിക്കും തയ്യാറാക്കുന്നത്. ഏത് ഫിഷ് വേണമെങ്കിലും ഈ ഒരു മസാലയിൽ തയ്യാറാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ